പെരുവാഴിയിൽ സാധുവാഴി എന്റെ സംസാരം കേൾക്കുന്ന ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഭാര്യനെ ഉംറക്ക് കൊണ്ടുപോകുന്ന ഗൾഫ് പ്രവാസികളില്ലേ, സൗദി അറേബ്യയിലുള്ളവർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതാ സൗദി അറേബ്യയിൽ പോയിട്ട് ഭാര്യനെ നേരെ ഗൾഫിൽ കൊണ്ടുപോയി അതാ ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, പ്രായപൂർത്തിയാകാത്ത ചെറിയ മക്കളെ കൊണ്ടുപോയി കഅബ തവാഫ് ചെയ്യിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ചോദിക്കട്ടെടോ ചെറുപ്പക്കാരാ, അതാ പ്രായം ചെന്ന ഉപ്പയില്ലേ, പ്രായം ചെന്ന ഉമ്മയില്ലേ? ഞാനിപ്പോ ഈ അടുത്ത് ഒരാളോട് ചോദിച്ചു, അയാൾക്ക് വയസ്സ് ഏകദേശം 85 വയസ്സാണ്. എന്റെ കൽബ് പൊട്ടിപ്പോയി, വല്ലാത്ത സങ്കടമാണ്. പ്രവാസി സഹോദരന്മാരെ വളരെ ഗൗരവത്തിന് ഏറ്റെടുക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വയസ്സ് എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 85 വയസ്സാണ്. ഓ നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഹജ്ജിന് പോയിട്ടില്ല. അത്ര മാത്രമല്ല അയാള് പറഞ്ഞത്, ഞാൻ ചോദിച്ചത് അത്രേയുള്ളൂ, നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ ഇല്ലേ, നിങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ടോ ഇല്ലേ? അദ്ദേഹം അതിന് മറുപടി നൽകിയെന്ന് മാത്രമല്ല, രണ്ടാമത്തൊരു കലാമ് തുടങ്ങുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ 2 മക്കള് സൗദിയിലാണ്, ഒരുത്തൻ മക്കയിലാണ്, പിന്നൊരുത്തൻ മദീനയിലാണ്. പ്രവാസികളെ, മനസ്സിലൊന്ന് കുത്തിവെച്ചോ, മനസ്സൊന്ന് ഉണരട്ടെ. ആ 2 മക്കള്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹജ്ജിന് പോകേണ്ടത് അവിടേക്ക് തന്നെയല്ലേ, നിങ്ങൾ എന്തേ പിന്നെ പോകാത്തത്? അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, ഉസ്താദേ, എന്ത് ചെയ്യാനാണ്, എന്റെ മക്കളെ ഞാൻ നന്നായി പോറ്റിയിട്ടുണ്ട്. പക്ഷേ ആ 2 മക്കളും അവരെ ഭാര്യമാരെ ഹജ്ജിനും ഉംറക്കും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അവരെ സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയാണ് വേദനാജനകമായ വാക്ക്. ആ പ്രായമുള്ള ഉപ്പ പറയുകയാണ്, ഉസ്താദ്, കേവലം ഭാര്യനെ മാത്രമല്ല, ആ ഭാര്യന്റെ ഉമ്മനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഭാര്യന്റെ ഉപ്പനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 85 വയസ്സായി, എന്റെ ഭാര്യ ആ 2 മക്കളുടെ ഉമ്മാക്ക് 78 വയസ്സായി. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്നേ വരെ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെ മക്കള് മക്കയിലും മദീനയിലും പോയിട്ട് എത്ര കൊല്ലമായി? പറഞ്ഞു, 15 വർഷമായി. ഓ ഗൾഫിലുള്ള പ്രവാസികളെ, 15 കൊല്ലമായി നിങ്ങളെ ഭാര്യമാരെ ഹജ്ജിന് കൊണ്ടുപോയിട്ട്, നിങ്ങളെ പ്രായപൂർത്തിയാകാതെ ചെറിയ മക്കളെ ഹജ്ജിന് കൊണ്ടുപോയിട്ട്, ഭാര്യന്റെ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയിട്ട്, നൊന്ത് പ്രസവിച്ച ഉമ്മാനെയോ, പ്രസവിക്കാൻ കാരണക്കാരനായ ബാപ്പാനെയോ, ഒരു നോക്ക് കഅബ കാണാൻ, ആ കഅബയുടെ ചാരത്ത് പോയി തവാഫ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ വന്നതിൽ നിങ്ങളെക്കാളും മതപ്പതിച്ചവൻ വേറെയുണ്ടോ? ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, എത്ര ഔലിയാക്കന്മാരെടുത്തു പോയാലും, എത്ര തങ്ങന്മാരെടുത്തു പോയാലും, എത്ര ആലിമീങ്ങൾ അടുത്തയാളായാലും, ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കത്തവൻ ഒരു വലിയനെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരു തങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരു മുസ്ലിയാരെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏറ്റവും വലിയ നിധി സ്വന്തം വീട്ടിലുള്ള ഉമ്മയാ.